ഇന്നൊരു കുട്ടനാട് വ്ലോഗ് ആയാലോ. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടി പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ കുട്ടനാട്ടിലേക്ക്. ഇതാണ് സീക്രട്ട് ഗ്രാനറി റിസോർട്ട്. ഇവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ സ്റ്റേ. 100 വർഷം പഴക്കമുള്ളൊരു തറവാട് റെനോവേറ്റ് ചെയ്ത് റിസോർട്ടാക്കിയതായിരുന്നു. ഇവിടുത്തെ സ്റ്റേയും ആംബിയൻസും ഒക്കെ ഒരു രക്ഷ. ഇവരാണ് ഞാൻ പറഞ്ഞ 2 ഫ്രണ്ട്സ്, അഭിരാമി ആൻഡ് അനാമിക. നമ്മൾ ചെന്നപ്പോൾ തന്നെ കുറച്ച് ഫ്ലവേഴ്സും വെൽക്കം ഡ്രിങ്കും ഒക്കെ തന്നു. ഇവരുടെ വെൽക്കമിങ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചേസ് അടിച്ച വെള്ളമൊക്കെ തറയിൽ കളഞ്ഞ് ഫുൾ അലമ്പായിരുന്നു അവിടെ. ആക്ച്വലി എൻ്റെ കുറേ നാൾക്ക് ആഗ്രഹമായിരുന്നു ഇതുപോലൊരു തറവാട്ട് വീട്ടിൽ താമസിക്കണം എന്നുള്ളത്. ഞാൻ ഇന്നേ വരെ താമസിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പം എൻ്റെ ആഗ്രഹം സാധിച്ച പോലെയായിരുന്നു. എന്തായാലും ഈ ട്രിപ്പോട് കൂടി അത് സാധിച്ചു കിട്ടി. ഇവിടുത്തെ ആ ഒരു ട്രഡീഷണൽ ടച്ചും ആംബിയൻസും ആ വുഡൻ ഇൻറ്റീരിയറും ഫ്രണ്ടിലേക്ക് പോകുമ്പോഴുള്ള ആ നടുമുറ്റവും ഗാർഡനും എല്ലാം ഭയങ്കര നൈസായിരുന്നു. ഒരു രക്ഷയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കുഞ്ഞു കുളത്തിൽ ആക്ച്വലി കുറേ മീനുകളെ വളർത്തുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല 2 കുഞ്ഞു താറാവും ഉണ്ട്. ആ ക്ലിപ്സൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോസിൽ ഇടുന്നതാണ്. ഇതിൽ ആഡാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ റൂമിലേക്ക് എത്തി. നല്ലൊരു റൂമായിരുന്നു. ഫുള്ളൊരു വുഡൻ ടച്ചിലുള്ള AC-യും TV എല്ലാം ഉണ്ടായിരുന്നു. ആ സൈഡിൽ കുറച്ച് അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നുമല്ല, ഈ റൂമിനകത്ത് വേറൊരു സീക്രട്ട് റൂമുണ്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് വരുമ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ എക്സ്ട്രാ റൂം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ റൂമിനകത്ത് തന്നെ എക്സ്ട്രാ 2 ബെഡ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെ മുറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ആൻഡ് ബാസ്കറ്റ് ബോളും ക്രിക്കറ്റും കളിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. പിന്നെ റൂമിൻ്റെ ഫ്രണ്ടിൽ കുറേ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ എല്ലാത്തിലും വലിഞ്ഞു കയറി. പിന്നെ 2 സൈക്കിൾ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ ചാടി കയറി. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് തന്നവർ അപ്പം വെജ് സ്റ്റൂ ആയിരുന്നു ആൻഡ് ബ്രെഡ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഉണ്ടായൊരു മാങ്ങയും കഴിച്ചു ഞങ്ങൾ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുളം. പറഞ്ഞില്ലേ 2 താറാവ് ഉണ്ടായിരുന്നു എന്ന്. ഇവിടെ ഞാനും അനാമികയും കൂടി മീൻ പിടിക്കാൻ നിൽക്കാം കേട്ടോ. അവിടുത്തെ ചേട്ടൻ എന്തോ ഒരു സംഭവം തന്നിട്ട് ഇതിൽ പെട്ടെന്ന് മീനെ പിടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ചെയ്തപ്പോൾ അത് ഫ്ലോപ്പായിപ്പോയി. വിചാരിച്ച പോലെ തന്നെ എല്ലാം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ വലയിൽ ഒരൊറ്റ മീനെ കുടുങ്ങിയിട്ടുള്ളൂ. അതൊരു കുഞ്ഞു മീൻ. ഞാൻ അതിനെ എടുത്തിട്ട് പിന്നെയും കുളത്തിലേക്ക് തന്നെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ മീൻ പിടിച്ചിട്ടോ. അതിലൊരു 2-3 മീനെ കിട്ടിയായിരുന്നു. ഒരു വലിയ മീൻ. ഞാൻ അതിനെടുത്ത് അമ്മാനമാടുമായിരുന്നു അവിടെ. ഇത് റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഞങ്ങൾ കൊട്ടവഞ്ചി കയറാനാണ് പോകുന്നത്. ഒരു ചെറിയ പാടം പോലൊരു സംഭവമാണ്. ആ വരമ്പത്തൂടെ നമ്മൾ നടന്ന് ബാക്ക് സൈഡിലെത്തി. ഇതവിടെ ഒരു കുഞ്ഞു കുളമാണ് കേട്ടോ. ഇതിനകത്തും മീനുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ മീൻ പിടിക്കാനൊന്നും നിന്നില്ല. ഇതവിടുത്തെ കൊട്ടവഞ്ചിയാണ്. ഇതിൽ കയറിയിട്ട് ഈ കയറ് പിടിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. കയറാൻ കുറച്ച് പാടുണ്ടായിരുന്നു. ഒരു സൈഡ് കയറുമ്പോഴേക്കും അടുത്ത സൈഡ് പൊങ്ങി പോകുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേ ചേട്ടൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. ഞങ്ങളെല്ലാവരും കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. പായലിൻ്റെ കളറും എൻ്റെ ഡ്രസ്സിൻ്റെ കളറും എക്സാക്ട് മാച്ചായിരുന്നു. ആൻഡ് കൊട്ടവഞ്ചിൻ്റെ കളറും എൻ്റെ ഡ്രസ്സിൻ്റെ കളറും തമ്മിൽ നല്ല കോമ്പിനേഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ കഥയൊക്കെ പറഞ്ഞ് ഇത് ഉരുട്ടി അങ്ങ് വരെ പോയി. അങ്ങനെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഞങ്ങൾക്ക് ഡാൻസ് റീൽസ് എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ 2 പേരും ഡ്രസ്സൊക്കെ മാറി. അനാമിക ഡ്രസ്സ് മാറി വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഞാനും അനാമിക സാരി ആട്ടോ. അഭിരാമി സാരി കൊണ്ടുവന്നില്ല, അവൾ കുർത്തിയാണ് ഇട്ടേ. കൊണ്ടുവരാൻ പറയാത്തതിന് എന്നെ നല്ല ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ അനാമിക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ വന്നതിന് ശേഷം ഡാൻസ് റീൽസൊക്കെ എടുത്ത് ഈ റീൽസ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ. കുട്ടനാട്ടിൽ വന്നിട്ട് ഷാപ്പിൽ പോകാതിരുന്നാൽ മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി പോകുന്നത് ഷാപ്പിലേക്കാണ്. ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവിടെ നിന്നപ്പോൾ ഉള്ള വ്യൂ കണ്ണെടുക്കാൻ തോന്നിയില്ല. അടിപൊളി വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. കായൽ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുകയാണ് ഷാപ്പിലേക്ക്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാപ്പിലെ ഫുഡെല്ലാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എന്തൊക്കെയോ വലിച്ചു വാരി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം, പൊറോട്ട, ചിക്കൻ, താറാവിറച്ചി, മുയലിറച്ചി, കപ്പ, എനിക്കറിയാൻ പാടില്ല സാറേ, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എല്ലാം കൂടി കഴിച്ച് മത്ത് പിടിച്ചു. കള്ളിൽ തന്നെ പല വെറൈറ്റി ഉണ്ടായിരുന്നു. മധുരമുള്ളത്, പുളിപ്പുള്ളത്. എൻ്റെ മോനെ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞാൻ കുറച്ച് കുടിച്ചു. അങ്ങനെ ഇവിടുത്തെ ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്കാണ് പോകുന്നത്. റൂമെത്തിയതിന് ശേഷം ക്ഷീണം മാറ്റാനായി ബെഡിൽ പോയി കിടക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഊഞ്ഞാൽ കിടക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. ഇത്രയും കിടില ആംബിയൻസ് ഉണ്ടായിട്ട് റൂമിൽ പോയിരിക്കാൻ എനിക്ക് തോന്നിയില്ല. വൈകുന്നേരം ആയപ്പോഴേക്കും റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ളൊരു കായലിലേക്ക് ഞങ്ങൾ പോയി കുറേ നേരം പാട്ടൊക്കെ കേട്ട് വ്യൂ ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.